Welcome to the session on complex analysis. ഇന്നത്തെ സെഷനിൽ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ എന്താണെന്നും ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ എങ്ങനെ ചെയ്യാമെന്നുമുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഒരു റീജിയനകത്ത് അനാലിറ്റിക് ആണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതാം. ആ റീജിയനകത്ത് വാലിഡ് ആയിട്ടുള്ള ഒരു ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ ശ്രദ്ധിക്കുക. ഇഫ് എഫ് ഓഫ് സെറ്റ് ഈസ് ആൻ അനാലിറ്റിക് ഓൺ ടു കോൺസെൻട്രിക് സർക്കിൾസ് C1 and C2 with center at Z0 and in the annulus between them, then f of z can be expressed by the Laurent series like this. F of z equal to summation n varies from 0 to infinity an into z minus z0 raised to n plus summation n varies from 1 to infinity bn divided by z minus z0 raised to n. Summation expand ചെയ്യുകയാണെങ്കിൽ when n equal to 0, first term will become a0 into z minus z0 raised to 0, that is a0, plus second term വരുന്നത് a1 into z minus z0 raised to 1 plus etc. plus ഈ സെക്കൻഡ് സീരീസിൽ summation varies from 1 to infinity എന്നാണ്. എന്നിൻ്റെ ഫസ്റ്റ് വാല്യൂ 1 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം b1 ഡിവൈഡഡ് ബൈ z മൈനസ് z0 റേസ് ടു 1 എന്ന് വരുന്നു. സെക്കൻഡ് ടേം b2 ഡിവൈഡഡ് ബൈ z മൈനസ് z0 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ ഇവിടെ രണ്ട് കോൺസെൻട്രിക് സർക്കിൾസിൻ്റെ the same center, z0 is the center. In between this region, the given function should be analytic. ഒരു സിംഗിൾ റീജിയൻ അല്ല, ഇവിടെ ഒരു ആനുലസ് ആയിട്ടാണ് ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ എഴുതുമ്പോൾ നമ്മൾ റീജിയൻ കൺസിഡർ ചെയ്യുന്നത്. ടൈലർ സീരീസിൽ ഒരു സിംഗിൾ റീജിയൻ ആയിരുന്നു, എന്തെങ്കിലും ഒരു സർക്കിളൊക്കെ ആയിരുന്നു റീജിയൻ. ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ എഴുതുമ്പോൾ ഇൻ ആൻ ആനുലസ് എന്നുള്ളതാണ് റീജിയനായിട്ട് വരുന്നത്. അപ്പം നമ്മൾ എഴുതിയ സീരീസിൽ പോസിറ്റീവ് പവേഴ്സും അതുപോലെ നെഗറ്റീവ് പവേഴ്സും വരുന്നു. ഇപ്പം ടൈലർ സീരീസ് എഴുതിയിരുന്ന സമയത്ത് എല്ലാം പോസിറ്റീവ് പവേഴ്സ് ആയിരുന്നു. അപ്പം Z0 എബൌട്ട് Z0 എന്ന് പറഞ്ഞ് നമ്മൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതിയിരുന്ന സമയത്ത് Z മൈനസ് Z0 പോസിറ്റീവ് പവേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു. ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ എഴുതുമ്പോൾ കുറേ പോസിറ്റീവ് പവേഴ്സ് വരുന്ന ടേംസും നെഗറ്റീവ് പവേഴ്സ്, ഇപ്പം ഡിനോമിനേറ്ററിലാണ് Z മൈനസ് Z0 റേസ് ടു 1, Z മൈനസ് Z0 ഹോൾ സ്ക്വയർ എക്സെട്ര എന്ന് ഈ ടേംസ് എല്ലാം ഡിനോമിനേറ്ററിലാണ്. കറസ്പോണ്ടിങ് നമുക്ക് b1 ഇൻറ്റു Z മൈനസ് Z0 റേസ് ടു -1 എന്ന് എഴുതാം. സെക്കൻഡ് ടൈമിൽ b2 ഇൻറ്റു Z മൈനസ് Z0 റേസ് ടു -2 എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ എല്ലാം പവേഴ്സ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം ലോറന്റ് സീരീസ് എന്ന് പറയുമ്പോൾ Z മൈനസ് Z0 പോസിറ്റീവ് പവേഴ്സും നെഗറ്റീവ് പവേഴ്സും വരുന്നു എന്നുള്ളതാണ്. ഇതിലെ ഈ പോസിറ്റീവ് പവേഴ്സ് വരുന്ന ഇത്രയും ടേംസ് ആ കറസ്പോണ്ടിങ് ടേംസിനെ ടൈലർ പാർട്ട് ഓഫ് ദി ലോറന്റ് സീരീസ് എന്ന് വിളിക്കുന്നു. നെഗറ്റീവ് പവേഴ്സ് വരുന്ന ഈ ടേംസിന്, അതായത് ഈ സെക്കൻഡ് സീരീസിനെ പ്രിൻസിപ്പൽ പാർട്ട് ഓഫ് ദി ലോറന്റ് സീരീസ് എന്നാണ് വിളിക്കുന്നത്. ഇതിലെ കോഎഫിഷ്യൻസ് an ആൻഡ് bn. ഫസ്റ്റ് സീരീസിലെ കോഎഫിഷ്യൻ്റ് an ആണ്. Z മൈനസ് Z0 പവേഴ്സാണ് വരിക. ഓരോ ടേമിനും കോഎഫിഷ്യൻസ് ഉണ്ടാകും. അതുപോലെ Z മൈനസ് Z0 റേസ് ടു -n കോഎഫിഷ്യൻ്റ് bn ആണ്. ആ രണ്ട് കോഎഫിഷ്യൻസും കണ്ടുപിടിക്കുന്നത് ഈ രണ്ട് എക്സ്പ്രഷൻസ് വെച്ചിട്ടാണ്. an കണ്ടുപിടിക്കാൻ we use this expression, that is an equal to 1 divided by 2 pi I into closed integral over c f of z star divided by z star minus z0 raised to n plus 1 dz star. അപ്പോൾ ഇതിൽ z സ്റ്റാർ എന്ന് യൂസ് ചെയ്യാൻ കാരണം ഓൾറെഡി നമ്മൾ എഫ് ഓഫ് സെഡിൽ
z എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇൻ്റഗ്രൽ എഴുതുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് z വി യൂസ് z സ്റ്റാർ. അതുപോലെ ബി എന്ന് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ 1/2 pi a into closed integral over c f of z star divided by z star minus z naught raised to minus n plus 1 dz star. അപ്പോൾ ഇതിലെല്ലാം സി എടുക്കേണ്ടത് സിയുടെ ഓറിയൻറ്റേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഓറിയൻറ്റേഷൻ ആണ്. അതാണ് പോസിറ്റീവ് സെൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി ലോറൻറ്റ് സീരീസ് ഓഫ് z raised to minus 5 ഇൻറ്റു സൈൻ സെറ്റ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം സൈൻ സെറ്റിൻ്റെ മക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ എഴുതുന്നു. ഇവിടെ വിത്ത് സെൻറ്റർ അറ്റ് 0 എന്നുകൂടി തന്നിട്ടുണ്ട്. അപ്പം എബൌട്ട് 0 എന്ന് പറയുമ്പം കറസ്പോണ്ടിങ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ, അതായത് ലോറൻറ്റ് സീരീസ് നമുക്ക് എഴുതാം. അത് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈൻ സെറ്റിനെ z minus z cube by 3 factorial plus z raised to 5 divided by 5 factorial plus etc. Now we multiply sin z by z raised to minus 5. അപ്പം ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ്ലി റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ വിധത്തിൽ ഒരു എക്സ്പാൻഷൻ കിട്ടുന്നു. അതായത് z raised to minus 5 into sin z equal to 1 by z raised to 4 minus 1 by 6 z square plus 1 by 120 minus 1 by 5040 z square plus etc. അപ്പം ഇതിന് ശേഷം വരുന്ന എല്ലാ ടേംസിലും z-ൻ്റെ പോസിറ്റീവ് പവേഴ്സ് ആയിരിക്കും. ഇത്രയും ടേംസ് നോക്കുക. z raised to 4 അതുപോലെ z square ഇതെല്ലാം ഡിനോമിനേറ്ററിലാണ്. എന്ന് പറഞ്ഞാൽ z-ൻ്റെ നെഗറ്റീവ് പവേഴ്സ് വരുന്നു. നെഗറ്റീവ് പവേഴ്സ് വരുന്ന 2 ടേം ഇതിലുള്ളൂ. ബാക്കിയെല്ലാം പോസിറ്റീവ് പവേഴ്സാണ്. ഇത് നമ്മുടെ a0 എന്ന കോൺസ്റ്റൻ്റ് ആണ് 1/120 എന്നത്. ഇവിടെ പോസിറ്റീവ് പവേഴ്സും നെഗറ്റീവ് പവേഴ്സും വരുന്ന വിധത്തിൽ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ ലോറൻറ്റ് സീരീസ് എക്സ്പാൻഷൻ എഴുതാൻ സാധിച്ചു. അതോടൊപ്പം വാലിഡ് ആയിട്ടുള്ള ഒരു റീജിയൻ കൂടി നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ മോഡ് z ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പം ഉദ്ദേശിക്കുന്നത് 0 ഉൾപ്പെടാതെ എന്നുള്ളതാണ്. മോഡ് z ഈക്വൽ ടു 0 എന്ന് പറയുമ്പം 0 എന്ന ആ ഒറിജിൻ ആ പർട്ടിക്കുലർ പോയിൻ്റ് മാത്രം. മോഡ് z ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പം ഏത് സർക്കിളും ആവാമെന്നുള്ളതാണ്. അതിൽ 0 ഇൻക്ലൂഡ് ചെയ്യരുത് എന്ന് മാത്രം. കാരണം ഡിനോമിനേറ്ററിൽ z ടേംസ് വരുന്നുണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റി എന്നായിട്ട് മാറും. അതുകൊണ്ട് 0 ഇൻക്ലൂഡ് ചെയ്യാത്ത ഏത് സർക്കിളും നമുക്ക് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് മോഡ് z ഗ്രേറ്റർ ദാൻ 0 എന്ന ഒരു വാലിഡ് റീജിയനായിട്ട് എഴുതുന്നത്. നെക്സ്റ്റ് ഈ ഒരു പ്രോബ്ലം ശ്രദ്ധിക്കുക. f of z equal to z square into e raised to 1 by z. We want to find the corresponding Laurent series about the center 0. അപ്പോൾ ഇവിടെയും e raised to 1 by z-ൻ്റെ എക്സ്പാൻഷൻ ഫസ്റ്റ് എഴുതുന്നു. അതിനുശേഷം z സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കാരണം e raised to 1 by z-ൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം. കഴിഞ്ഞ സെഷനിൽ ടൈലർ സീരീസ് മക്ലോറിൻ സീരീസ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മളത് എഴുതിയിട്ടുണ്ട്. e raised to z എന്നാണെങ്കിൽ 1 പ്ലസ് z by 1 factorial plus z square by 2 factorial plus etc. അപ്പം ഈ കേസിൽ ഇൻസ്റ്റെഡ് ഓഫ് z വി റൈറ്റ് 1 by z. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് z വി റൈറ്റ് 1 by z. അപ്പം e raised to 1 by z equal to നമുക്ക് കിട്ടുന്നത് 1 പ്ലസ് 1 by z ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ എന്നാണ്. ദാറ്റ് ഈസ് 1 by 1 ഫാക്ടോറിയൽ ഇൻറ്റു z പ്ലസ് നെക്സ്റ്റ് ടേം 1 by z ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്ന് വരും. ദാറ്റ് ഈസ് 1 by 2 ഫാക്ടോറിയൽ ഇൻറ്റു z സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് നെക്സ്റ്റ് ടേം എഴുതുമ്പോൾ 1 by 3 ഫാക്ടോറിയൽ ഇൻറ്റു z ക്യൂബ് എന്ന് വരും. പ്ലസ് എക്സെട്ര. അപ്പോൾ ഇനി വി മൾട്ടിപ്ലൈ
by z square. ഇതിനെ z square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം വിൽ ബിക്കം z square. ഇവിടെ z square by z എന്ന് വരും. അതാണ് z എന്ന് എഴുതിയത്. പ്ലസ് z square കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ z square by z square will become 1. അപ്പോൾ പിന്നെ 1/2 എന്ന് മാത്രമേ ഉണ്ടാവും. 2 factorial is 2. ഈ ടേമിൽ z square by z cube എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു z വരും. 1/3 factorial into ഡിനോമിനേറ്ററിൽ z എന്ന് വരും പ്ലസ് എക്സെട്ര. അപ്പോൾ ഇതിലും പോസിറ്റീവ് പവേഴ്സും നെഗറ്റീവ് പവേഴ്സും വന്നു. ഇവിടെ അബൌട്ട് 0 എന്നുള്ളതുകൊണ്ട് z മൈനസ് 0യുടെ പോസിറ്റീവ് പവേഴ്സും നെഗറ്റീവ് പവേഴ്സും ആയിരിക്കും. ദാറ്റ് മീൻസ് പവേഴ്സ് ഓഫ് പോസിറ്റീവ് പവേഴ്സ് ആൻഡ് നെഗറ്റീവ് പവേഴ്സ് ഓഫ് z. ഇപ്പോൾ രണ്ട് ടേമാണ് പോസിറ്റീവ് പവേഴ്സ് ടേം വന്നത്. ബാക്കിയുള്ളതിലെല്ലാം ഡിനോമിനേറ്ററിൽ 0 വരുന്നു. ദാറ്റ് മീൻസ് ദി നെഗറ്റീവ് പവേഴ്സ് ഓഫ് z. അതുകൊണ്ട് തന്നെ 0 എന്ന പോയിൻ്റ് ഇതിനകത്ത് വരാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് വാലിഡ് ആവണമെങ്കിൽ ദി റീജിയൻ ഷുഡ് ബി മോഡ് z ഗ്രേറ്റർ ദാൻ 0. 0 ഉൾപ്പെടാത്ത ഏത് സർക്കിളും എന്നുള്ളതാണ് മോഡ് z ഗ്രേറ്റർ ദാൻ 0 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈ പ്രോബ്ലം ശ്രദ്ധിക്കുക. ഡെവലപ്പ് 1/1 മൈനസ് z ഇൻ നോൺ നെഗറ്റീവ് പവേഴ്സ് ഓഫ് z ആൻഡ് സെക്കൻഡ് വൺ ഇൻ നെഗറ്റീവ് പവേഴ്സ് ഓഫ് z. അപ്പം 1/1 മൈനസ് z എന്ന ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് പോസിറ്റീവ് പവേഴ്സ് ഓഫ് z വരുന്ന വിധത്തിൽ ഒരു സീരീസ് എഴുതണം. അതുപോലെ നെഗറ്റീവ് പവേഴ്സ് ഓഫ് z വരുന്ന ഒരു സീരീസ് റെപ്രസെൻറ്റേഷനും എഴുതണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് നമുക്കറിയാം. 1/1 മൈനസ് z ഈക്വൽ ടു 1 പ്ലസ് z പ്ലസ് z സ്ക്വയർ പ്ലസ് എക്സെട്ര. Maclaurin series expansion of 1/1 minus z. അപ്പോൾ ഇവിടെ പോസിറ്റീവ് പവേഴ്സ് ഓർ നെഗറ്റീവ് പവേഴ്സ് ഓഫ് z എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബൌട്ട് 0 ആണ് നമ്മൾ സീരീസ് എഴുതുന്നത് എന്നർത്ഥം. അപ്പോൾ ആദ്യം 1/1 മൈനസ് zൻ്റെ മക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ എഴുതുന്നു, വിച്ച് ഈസ് വാലിഡ് ഇൻ ദി റീജിയൻ മോഡ് z ലെസ് ദാൻ 1. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇനി ഈ ഫംഗ്ഷനെ 1/1 മൈനസ് z എന്നതിനെ മൈനസ് z ഔട്ട്സൈഡ് എടുത്തിട്ട് എഴുതുന്നു. 1 ഇതിൽ നിന്ന് മൈനസ് z ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരിക 1 മൈനസ് 1/z എന്നായിരിക്കും. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മൈനസ് z ഇൻറ്റു 1 ഈസ് മൈനസ് z, മൈനസ് z ഇൻറ്റു മൈനസ് 1/z എന്ന് പറയുമ്പോൾ 1 എന്ന് തന്നെ കിട്ടുന്നു. അപ്പോൾ 1/1 മൈനസ് z എന്നതിനെ 1 മൈനസ് z ഇൻറ്റു 1 മൈനസ് 1/z എന്ന് എഴുതാം. That is equal to minus 1/z into 1 minus 1/z. 1/1 minus 1/z ൻ്റെ എക്സ്പാൻഷൻ എഴുതുന്നു. അതിനെ മൈനസ് 1/z കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ 1/1 മൈനസ് z ൻ്റെ എക്സ്പാൻഷൻ എഴുതിയതിൽ ഇൻസ്റ്റെഡ് ഓഫ് z വി റൈറ്റ് 1/z. അപ്പോൾ നമുക്ക് കിട്ടുക 1 പ്ലസ് 1/z പ്ലസ് 1/z സ്ക്വയർ പ്ലസ് എക്സെട്ര. നെക്സ്റ്റ് ടേം എഴുതാണെങ്കിൽ 1/z ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഒരു മൈനസ് z കൊണ്ട് മൈനസ് 1/z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 1/z ഇൻറ്റു ദി സീരീസ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മൈനസ് 1/z നെക്സ്റ്റ് ടേം എഴുതുമ്പം മൈനസ് 1/z സ്ക്വയർ മൈനസ് 1/z ക്യൂബ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഇവിടെ വാലിഡ് ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്ററിൽ ആണ് സെഡുകളുള്ളത്. അപ്പോൾ സെഡിൻ്റെ നെഗറ്റീവ് പവേഴ്സ് ആണെന്നർത്ഥം. അപ്പോൾ ഇത് വാലിഡ് ആവണമെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനോട് ശ്രദ്ധിക്കുക 1/1 മൈനസ് z എന്നാണ്. ഇത് ഡിഫൈൻ ചെയ്യാതെ വരുന്നത് വെൻ z ഈക്വൽ ടു 1. 1 z കൊടുത്തു കഴിഞ്ഞാൽ 1/1 മൈനസ് 1 ദാറ്റ് ഈസ് 1/0 വിച്ച് വിൽ ബിക്കം ഇൻഫിനിറ്റി എന്ന് വരും. അതുകൊണ്ട് തന്നെ z ഈക്വൽ ടു 1 എന്ന പോയിൻ്റ് കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു റീജിയൻ ആയിരിക്കണം. അപ്പോൾ നമുക്ക് മോഡ് z ഗ്രേറ്റർ ദാൻ 1 എന്ന് എഴുതാം. മോഡ് z ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ സെൻറ്റർ അറ്റ് 0
and radius should be greater than 1. Mod z greater than 1 എന്ന് പറയുമ്പോൾ ഈ യൂണിറ്റ് സർക്കിളിൻ്റെ ഔട്ട്സൈഡ് പോർഷൻ മൊത്തം വരും എന്നുള്ളതാണ്. അപ്പം 1/1 മൈനസ് സെഡിനെ നമ്മൾ സെഡിൻ്റെ നെഗറ്റീവ് പവേഴ്സ് വരുന്ന വിധത്തിൽ എക്സ്പ്രസ് ചെയ്തു. വേർ ദി വാലിഡ് റീജിയൻ ഈസ് മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളതാണ്. ഇനി ഇതേ ഫംഗ്ഷനെ സെഡിൻ്റെ പോസിറ്റീവ് പവേഴ്സ് വരുന്ന വിധത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. അതാണ് ഓൾറെഡി നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. 1/1 മൈനസ് സെഡ് ഈക്വൽ ടു 1 പ്ലസ് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര. നമുക്കറിയുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ട് തന്നെയായിരുന്നു. ഇതിലെല്ലാം സെഡിൻ്റെ പോസിറ്റീവ് പവേഴ്സാണ്, വിച്ച് ഈസ് വാലിഡ് ഇൻ ദി റീജിയൻ മോഡ് സെഡ് ലെസ് ദാൻ 1. നെക്സ്റ്റ് മറ്റൊരു പ്രോബ്ലം. ഫൈൻഡ് ദി ലോറൻറ്റ് സീരീസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/z³ മൈനസ് സെഡ് റേസ് ടു 4 വിത്ത് സെൻറ്റർ അറ്റ് 0. അപ്പോൾ ഇവിടെ നമ്മൾ തന്നിട്ടുള്ള ഫംഗ്ഷനെ 1/z³ മൈനസ് സെഡ് റേസ് ടു 4 എന്നതിനെ ഡിനോമിനേറ്ററിൽ z³ ഔട്ട്സൈഡ് എടുത്തിട്ട് 1 മൈനസ് സെഡ് എന്ന് എഴുതുന്നു. ഡിനോമിനേറ്ററിൽ z³ ഇൻറ്റു 1 മൈനസ് സെഡ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/z³ ഇൻറ്റു 1/1 മൈനസ് സെഡ്. 1/1 മൈനസ് സെഡിൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം. ആ എക്സ്പാൻഷൻ എഴുതിയിട്ട് അതിനെ 1/z³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ കിട്ടുന്നത് 1/z³ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 1/z³. നെക്സ്റ്റ് ടേം 1/z³ ഇൻറ്റു z, ദാറ്റ് ഈസ് 1/z സ്ക്വയർ. 1/z³ ഇൻറ്റു z സ്ക്വയർ, ദാറ്റ് ഈസ് 1/z പ്ലസ് എക്സെട്ര. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ 1/z³ മൈനസ് സെഡ് റേസ് ടു 4 അതിനെ നമ്മളിങ്ങനെ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇതിൽ z ഈക്വൽ ടു 0 എന്നായി കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യാതെ വരും. അതുപോലെ z ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാലും ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പം ഈ എക്സ്പാൻഷൻ എഴുതുമ്പോൾ നമ്മൾ വാലിഡ് റീജിയനായിട്ട് എഴുതേണ്ടത് 0യും 1ഉം കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു റീജിയൻ ആയിരിക്കണം. 0യും 1ഉം കണ്ടെയ്ൻ ചെയ്യാത്ത റീജിയൻ എന്ന് പറയുമ്പോൾ 0 എന്ന് പറയുന്ന സെൻറ്ററാണ്, 1 റൈറ്റ് സൈഡിൽ. അപ്പോൾ നമുക്ക് ഈ 0യും വരരുത് 1ഉം വരരുത്. അപ്പം ഈ അതായത് ഒരു ഡോട്ട്, ഇതൊരു സർക്കിളല്ല, ഒരു പർട്ടിക്കുലർ പോയിൻ്റേ ഉള്ളൂ. പിന്നെ ഈ സർക്കിൾ, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് വരുന്ന റീജിയൻ ആയിരിക്കും വാലിഡ് റീജിയൻ എന്നത്. അതിനെ നമ്മളിങ്ങനെ എഴുതുന്നു 0 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 1. അതായത് സെൻറ്റർ 0 ആണ്, പിന്നെ റേഡിയസ് ലെസ് ദാൻ 1 ആയിട്ടുള്ള സർക്കിൾ 1 ആവരുത്, ലെസ് ദാൻ 1. അതുപോലെ ഗ്രേറ്റർ ദാൻ 0യും ആയിരിക്കണം. റേഡിയസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ പോയിൻ്റ്, ആ ഒറിജിൻ, അത് വരാനും പാടില്ല, 1 കണ്ടെയ്ൻ ചെയ്യാനും പാടില്ല. എന്ന് പറയുമ്പോൾ 0 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 1 എന്ന ഒരു ആനുലസ് ആയിരിക്കും എന്നുള്ളതാണ്. ഇതേ ഫംഗ്ഷനെ, അതായത് 1/z³ മൈനസ് സെഡ് റേസ് ടു 4 എന്നതിനെ മൈനസ് സെഡ് റേസ് ടു 4 ഔട്ട്സൈഡ് എടുത്തിട്ട് ഡിനോമിനേറ്ററിൽ മൈനസ് സെഡ് റേസ് ടു 4 ഔട്ട്സൈഡ് എടുക്കുകയാണെങ്കിൽ 1 മൈനസ് 1/z എന്നാക്കിയിട്ട് എഴുതാം. മൈനസ് സെഡ് റേസ് ടു 4 ഇൻറ്റു 1 മൈനസ് 1/z എന്ന് ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ നമ്മൾ 1/1 മൈനസ് 1/zൻ്റെ എക്സ്പാൻഷൻ എഴുതുന്നു. 1/1 മൈനസ് സെഡിൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം. അതിൽ z-ന് 1/z എന്ന് റീപ്ലേസ് ചെയ്യുക. അതിനുശേഷം മൈനസ് 1/z റേസ് ടു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മൈനസ് 1/z റേസ് ടു 4 ഇൻറ്റു ദിസ് ഇസ് ദി എക്സ്പാൻഷൻ ഓഫ് 1/1 മൈനസ് 1/z. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സീരീസ് കിട്ടുന്നു, വിച്ച് ഇസ് വാലിഡ് ഇൻ ദി റീജിയൻ, ഇൻ ദി ആനുലസ് 0 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 1. ഇതിലും വാലിഡ് റീജിയൻ എന്ന് പറയുമ്പം 0യും 1ഉം കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു ആനുലസ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഒരേ ഫംഗ്ഷനെ രണ്ട് വിധത്തിൽ എക്സ്പ്രസ് ചെയ്തു എന്നുള്ളതാണ്. ഫൈൻഡ് ഓൾ ദി ലോറൻറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ, ഓൾ ദി ലോറൻറ്റ് സീരീസ് എന്ന് പറയുമ്പം ഇങ്ങനെ പോസിബിളായിട്ടുള്ളത് എടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ശ്രദ്ധിക്കുക. ഫൈൻഡ് ഓൾ ദി ടൈലർ ആൻഡ് ലോറൻറ്റ് സീരീസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മൈനസ് 2z പ്ലസ് 3 ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ മൈനസ് 3z പ്ലസ് 2 വിത്ത് സെൻറ്റർ അറ്റ് 0. ഇപ്പോൾ ഇവിടെ മൈനസ് 2z പ്ലസ് 3 ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ മൈനസ് 3z പ്ലസ് 2 എന്നതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. z മൈനസ് 1 ഇൻറ്റു
z മൈനസ് ടു എന്നാക്കി എഴുതാം. അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ഇൻറ്റു -2 +2 എന്ന് വരുന്നു. ആഡ് ചെയ്യുമ്പോൾ -1, ഇവിടെ -1 ആണ്, -1 + -2 ദാറ്റ് ഈസ് -3. അപ്പോൾ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. അതിനെ a/z-1 പ്ലസ് b/z-2 എന്ന രൂപത്തിൽ ഡീകമ്പോസ് ചെയ്തിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എയും ബിയും കോൺസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ a = -1 എന്നും b = 1 എന്നും കിട്ടുന്നു. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിൽ അത് ചെയ്യാം. എന്നിട്ട് 1/z-1 ഇതിനെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫൈൻഡ് ഓൾ ദി ടൈലർ ആൻഡ് ലോറൻറ്റ് സീരീസ് എക്സ്പാൻഷൻ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാ റീജിയൻസും കൺസിഡർ ചെയ്യണം. ഇവിടെ ഈ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ലാതെ വരുന്ന പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാതെ വരുന്ന പോയിൻറ്റ്സ് z = 1 ഡിഫൈൻഡ് അല്ല. കാരണം ഡിനോമിനേറ്ററിൽ z = 1 എന്ന് കൊടുത്താൽ 0 വരും. അതുപോലെ z = 2 ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ റീജിയനകത്ത് 1ഉം 2ഉം കണ്ടെയ്ൻ ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് സെൻറ്റർ അബൌട്ട് 0 എന്ന് തന്നതുകൊണ്ട് 0 സെൻറ്റർ ആയിട്ടുള്ള സർക്കിളുകളാണ് കൺസിഡർ ചെയ്യേണ്ടത്. 1ലും 2ലും ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് 1 വരാത്ത 1 കണ്ടെയ്ൻ ചെയ്യാത്ത റീജിയൻ ആയിരിക്കണം. അതുപോലെ 2ഉം കണ്ടെയ്ൻ ചെയ്യാത്ത റീജിയൻ ആയിരിക്കണം. അപ്പോൾ നമ്മൾ 0 സെൻറ്ററായിട്ട് 1ലൂടെയും 2ലൂടെയും സർക്കിളുകൾ വരയ്ക്കുക. ഇവിടെ മൊത്തം റീജിയനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു. ഒരു റീജിയൻ എന്ന് പറയുന്നത് ഈ സ്മോൾ സർക്കിളിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ, അതായത് mod z <1. 1 വരരുത് എന്നുള്ളതുകൊണ്ടാണ് സ്ട്രിക്ട്ലി <1 എന്ന് പറയുന്നത്. പിന്നെ ഈ ലാർജ് സർക്കിളിൻ്റെ ഔട്ട്സൈഡ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ mod z > 2. ലാർജ് സർക്കിൾ എന്ന് പറയുമ്പോൾ റേഡിയസ് 2 ആണ്. ആ 2 വരും ചെയ്യരുത്. അതുകൊണ്ട് mod z > 2 എന്ന് കൺസിഡർ ചെയ്യുക. പിന്നെ ഒരെണ്ണം വരുന്നത് ഇൻ ബിറ്റ്വീൻ ദീസ് 2 സർക്കിൾസ്, അതായത് 1 < mod z < 2. അപ്പോൾ ഇങ്ങനെ 3 കേസായിട്ടാണ് നമ്മൾ ഫൈൻഡ് ഓൾ ദി ലോറൻറ്റ് സീരീസ് ആൻഡ് ഓൾ ദി ടൈലർ സീരീസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ചെയ്യേണ്ടത്. ഓരോ കേസായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഫസ്റ്റ് കേസ് mod z < 1. അപ്പം -1/z-1 -1/z-2 എന്നതാണ് നമ്മുടെ f(z). പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഒരു -1 എന്ന് ഡിനോമിനേറ്ററിൽ ഔട്ട്സൈഡ് എഴുതുകയാണെങ്കിൽ 1/1 - z എന്നാവും. ഇത് 1/1 - z എക്സ്പാൻഷൻ നമുക്കറിയാവുന്നതാണ്, വിച്ച് ഇസ് വാലിഡ് ഇൻ ദി റീജിയൻ mod z <1. മക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ ഓഫ് 1/1 - z എഴുതുക. ഇവിടെ -1/z-2 എന്നാണ് ടേം. ഇപ്പം ഈ മൈനസ് ഓൾറെഡി ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഡിനോമിനേറ്ററിൽ ഒരു -2 നമ്മൾ ഔട്ട്സൈഡ് എഴുതുന്നു. -2 ഇൻറ്റു 1 - z/2 എന്നാക്കിയിട്ട് എഴുതുന്നു. ഇങ്ങനെ എഴുതാൻ കാരണം നമ്മുടെ റീജിയൻ mod z <1 എന്നാണ്. രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ mod z/2 <1/2 രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യുക. അപ്പം 2 ഒരു നമ്പറാണ്. അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാലും മോഡുലസ് ഇടാതെ എഴുതി വെച്ചാലും സെയിം ആണ്. അപ്പം mod z/2 എന്നുള്ളതിനെ മോഡുലസ് ഓഫ് z/2 എന്ന് എഴുതിയാലും സെയിം ആണ്, വിച്ച് ഇസ് <1/2. 1/2 എന്ന് പറയുമ്പോൾ അത് <1 ആണ്. അതുകൊണ്ട് നമുക്ക് 1 - z/2 ഇതിൻ്റെ എക്സ്പാൻഷൻ എഴുതാം. അപ്പം 1/1 - z-ൻ്റെ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 + z + z² + എക്സെട്ര. ഇത് വാലിഡ് ആവുന്നത് ഈ z-ൻ്റെ മോഡുലസ് mod z ഷുഡ് ബി <1 എന്നാണ്. അപ്പോൾ ഈ കേസിൽ മോഡുലസ് ഓഫ് z/2 ആണ് <1. അപ്പം ഇവിടെ z ആയിരുന്നു, ഇതിൽ z/2. ഇത് രണ്ടും കമ്പയർ ചെയ്യുക. ഈ z-ൻ്റെ മോഡുലസ് <1 ആകുമ്പോഴാണ് ഇങ്ങനെ എഴുതുന്നത്. ഇവിടെ z-ൻ്റെ സ്ഥാനത്ത് z/2 ആണ്, അതിൻ്റെ മോഡുലസ് <1 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതേ രൂപത്തിൽ ഒരു എക്സ്പാൻഷൻ നമുക്ക് എഴുതാം.
സെഡിൻ്റെ സ്ഥാനത്തെല്ലാം Z/2 എന്ന് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ 1/1 മൈനസ് സെഡിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ എഴുതുന്നു. പ്ലസ് ഇവിടെ മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആയിട്ട് പോയി. 1/2 ഇൻറ്റു 1 മൈനസ് Z/2. അപ്പോൾ 1/1 മൈനസ് Z/2ൻ്റെ എക്സ്പാൻഷൻ എഴുതിയിട്ട് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് കറസ്പോണ്ടിങ് ടേംസ് ആഡ് ചെയ്യുന്നു. ഇവിടെ ഒരു സീരീസ് ആയിട്ടാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു സീരീസും കിട്ടുന്നു. എന്നിട്ട് ടേംസ് ലൈക്ക് ടേംസ് ആഡ് ചെയ്യാൻ കഴിയുന്നതെല്ലാം ആഡ് ചെയ്യുക, അല്ലാത്തതെല്ലാം അങ്ങനെ തന്നെ എഴുതി വെക്കുക. അതാണ് കറസ്പോണ്ടിങ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ. ദിസ് ഈസ് വാലിഡ് ഇൻ ദി റീജിയൻ മോഡ് Z ലെസ് ദാൻ 1. ഇപ്പോൾ ഇവിടെ സെഡിൻ്റെ പോസിറ്റീവ് പവേഴ്സാണുള്ളത്. അപ്പോൾ ഇത് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ്റെ ഒരു ടൈലർ സീരീസ് ആണെന്നർത്ഥം. നെക്സ്റ്റ് രണ്ടാമത്തെ കേസായിട്ട് നമ്മൾ ആ രണ്ട് സർക്കിളിൻ്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന റീജിയൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. 1 ലെസ് ദാൻ മോഡ് Z എന്നാണ് ഒരു കണ്ടീഷൻ. ഇപ്പുറത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് മോഡ് Z ലെസ് ദാൻ 2 എന്നാണ്. അതായത് മോഡ് Z ഗ്രേറ്റർ ദാൻ 1 തിരിച്ച് വായിക്കുകയാണെങ്കിൽ മോഡ് Z ഗ്രേറ്റർ ദാൻ 1 എന്ന് വരും. റെസിപ്രോക്കൽ എഴുതുകയാണെങ്കിൽ 1 മോഡ് Z, അതിനെ മോഡുലസ് ഓഫ് 1/Z എന്ന് എഴുതാം. ഗ്രേറ്റർ ദാൻ എന്നുള്ള ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യും റെസിപ്രോക്കൽ എടുക്കുമ്പോൾ. 1/1 ഈസ് 1. അപ്പോൾ ഇവിടെ 1/Zൻ്റെ മോഡുലസ് ആണ് ലെസ് ദാൻ 1. അപ്പോൾ നമ്മൾ എക്സ്പാൻഷൻ എഴുതാൻ പാകത്തിന് 1 മൈനസ് 1/Z എന്ന രൂപത്തിലേക്കാണ് ഈ ടേമിനെ കൺവേർട്ട് ചെയ്യേണ്ടത്. ഈ 1/Zൻ്റെ മോഡുലസ് ലെസ് ദാൻ 1 എന്നുള്ളതുകൊണ്ട് നമുക്കൊരു എക്സ്പാൻഷൻ വാലിഡായിട്ട് എഴുതാം. അതുപോലെ മോഡ് Z ലെസ് ദാൻ 2 എന്നാണ്. രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മോഡ് Z/2, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് Z/2 എന്ന് എഴുതിയാലും സെയിം ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 2/2. 2/2 ഈസ് 1. അപ്പം ഈ സെക്കൻഡ് സീരീസിൻ്റെ കേസിൽ നമ്മൾ മോഡുലസ് ഓഫ് Z/2 ലെസ് ദാൻ 1 എന്നുള്ളതുകൊണ്ട് -2 ഔട്ട്സൈഡ് എഴുതിയിട്ട് Z/2 വരുത്തുന്നു. 1 മൈനസ് Z/2 വേർ മോഡ് Z/2 ഈസ് ലെസ് ദാൻ 1. അപ്പം ഒരു വാലിഡ് ആയിട്ടുള്ള എക്സ്പാൻഷൻ എഴുതാം. ആ രണ്ട് സീരീസും എഴുതിയിട്ട് ലൈക്ക് ടേംസ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യാൻ കഴിയാത്തതാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതി വെക്കുക. ഇവിടെ പോസിറ്റീവ് പവേഴ്സ് ഓഫ് സെറ്റും നെഗറ്റീവ് പവേഴ്സ് ഓഫ് സെറ്റും വരുന്നു എന്നുള്ളതാണ്. അപ്പം അതേ ഫംഗ്ഷനെ തന്നിട്ടുണ്ടായിരുന്ന ആ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലോറൻറ്റ് സീരീസ് എക്സ്പാൻഷൻ എഴുതാൻ സാധിച്ചു. ദിസ് സീരീസ് ഈസ് വാലിഡ് ഇൻ ദിസ് റീജിയൻ. തേർഡ് കേസ് എന്ന് പറയുന്നത് മോഡ് Z ഗ്രേറ്റർ ദാൻ 2. ആ ഔട്ടർ സർക്കിളിൻ്റെ ആ ലാർജ് സർക്കിളിൻ്റെ ഔട്ട്സൈഡ് വരുന്ന റീജിയൻ. അപ്പോൾ ഇവിടെ മോഡ് Z ഗ്രേറ്റർ ദാൻ 2 എന്നാണ്. റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 1/മോഡ് Z 1/മോഡ് Z എന്നാണ് റെസിപ്രോക്കൽ എഴുതുമ്പോൾ വരിക. ദാറ്റ് ഈസ് മോഡ് 1/Z വിച്ച് ഈസ് ലെസ് ദാൻ 1/2 എന്ന് വരും. ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യും റെസിപ്രോക്കൽ എഴുതുമ്പോൾ. 1/2 ഈസ് ലെസ് ദാൻ 1. അപ്പോൾ 1/Zൻ്റെ മോഡുലസ് ആണ് ലെസ് ദാൻ 1 എന്ന് കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഫസ്റ്റ് ടേമിൽ നിന്ന് 1 മൈനസ് 1/Z എന്ന ഫോർമാറ്റിലേക്ക് മാറ്റി. 1/Zൻ്റെ മോഡ് ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഒരു സീരീസ് എക്സ്പാൻഷൻ നമുക്ക് എഴുതാം. അതുപോലെ 1/Z മൈനസ് 2ൽ Z ഔട്ട്സൈഡ് എഴുതുന്നു. എന്നിട്ട് 1 മൈനസ് 2/Z എന്നാക്കി എഴുതുന്നു. അപ്പോൾ ഇതിൽ നോക്കുക, മോഡ് Z ഗ്രേറ്റർ ദാൻ 2 എന്നാണ്. അപ്പോൾ ഒരു ഇത് റെസിപ്രോക്കൽ എഴുതുമ്പോൾ നമുക്ക് 1/Z ലെസ് ദാൻ 1/2 എന്ന് വരുന്നു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2/Z ഇസ് ലെസ് ദാൻ 2/2 എന്ന് വരുന്നു. അപ്പം 2/Zൻ്റെ മോഡുലസും ലെസ് ദാൻ 1 ആണ് ബൈ ദിസ് കണ്ടീഷൻ. അതുകൊണ്ടാണ് 1 മൈനസ് 2/Z എന്ന ഫോർമാറ്റിലേക്ക് മാറ്റിയത്. അപ്പം രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് വാലിഡ് എക്സ്പാൻഷൻസ് എഴുതിയിട്ട് ഫസ്റ്റ് സീരീസിനെ -1/Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് ഇവിടുത്തെ എക്സ്പാൻഷൻ എഴുതിയിട്ട് 1/Z കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു.
എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ രൂപത്തിൽ ഒരു എക്സ്പാൻഷൻ കിട്ടുന്നു. അപ്പോൾ ഇവിടെ -2/z -3/z² ആൻഡ് സോ ഓൺ. സെഡിൻ്റെ നെഗറ്റീവ് പവേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഈ സീരീസ് വാലിഡ് ആവുന്നത് ഇൻ ദിസ് റീജിയൻ, ദാറ്റ് ഈസ് mod z greater than 2. അപ്പം ഫൈൻഡ് ഓൾ ദി ലോറൻറ്റ് സീരീസ് ആൻഡ് ഓൾ ദി ടൈലർ സീരീസ് എന്നൊക്കെ ചോദിക്കുമ്പം റീജിയൻ ഓഫ് കൺവെർജൻസ്, വാലിഡ് ആയിട്ടുള്ള റീജിയൻ നമ്മൾ കണ്ടെത്തിയിട്ട് ഓരോ റീജിയനും കറസ്പോണ്ടിങ് ആയിട്ട് ഇതുപോലെ എക്സ്പാൻഷൻസ് എഴുതുക എന്നുള്ളതാണ്. ഒരു പർട്ടിക്കുലർ കേസായിട്ട് ഈ ഒരു കേസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ എങ്കിൽ ആ പർട്ടിക്കുലർ കേസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പം ഈ രൂപത്തിലാണ് ലോറൻറ്റ് സീരീസ് എക്സ്പാൻഷൻ്റെ പ്രോബ്ലംസ്. ഇത്രയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോറൻറ്റ് സീരീസ് എന്താണെന്നും ലോറൻറ്റ് സീരീസ് എക്സ്പാൻഷൻ എങ്ങനെ എഴുതാമെന്നുള്ളതാണ് പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്. ഹാവ് എ നൈസ് ഡേ.